ഉത്സവങ്ങളും പൂരങ്ങളും ആനകളും എല്ലാം നിറഞ്ഞ ആനക്കേരളത്തിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന പുതിയൊരു യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ആദ്യം തന്നെ സ്വാഗതം പറയുകയാണ്. ഉത്സവ കേരളത്തിൻ്റെ തനതായ സവിശേഷതകൾ ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പുതിയൊരു യൂട്യൂബ് ചാനലിന് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ വീഡിയോകൾ നമ്മൾക്ക് ഈ ചാനലിലൂടെ കാണാൻ കഴിയും. കേരളത്തിലെ പ്രധാനപ്പെട്ട തലയെടുപ്പുള്ള ഗജവീരന്മാരുടെ വിശേഷങ്ങളും ക്ഷേത്രങ്ങളുടെ പ്രധാന പ്രത്യേകതകളും മറ്റ് ഉത്സവാഘോഷ പരിപാടികളും പ്രധാന പൂരങ്ങളും അതിൻ്റെ ചടങ്ങുകളുമെല്ലാം ഇനി ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ കാണാനാകും. അപ്പം നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോ ഗജരാജ കൊടുമുടി എന്ന ആനക്കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ഗജവീരനെ കുറിച്ചാണ്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അത് ഏതാ ആന എന്ന്. അത് ചെർപ്പുളശ്ശേരിയിൽ അടക്കി വാഴുന്ന ചെർപ്പുളശ്ശേരിയുടെ സ്വന്തം SK അനന്തപത്മനാഭൻ, ചെർപ്പുളശ്ശേരിയുടെ അനന്തപത്മനാഭനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. അനന്തപത്മനാഭൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ആ വീഡിയോയിലൂടെ കാണാം. ഓടിയെത്തും. അതാണ് അനന്തൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ചെർപ്പുളശ്ശേരി ശബരി ആനത്തറവാട്ടിൽ നിന്നും ആനക്കേരളത്തിലെ തലയെടുപ്പിൻ്റെ കൊമ്പനായ അനന്തൻ്റെ വളർച്ച പുതുചരിത്രങ്ങൾ തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. കേരളത്തിലെ ചെറുതും വലുതുമായ ഉത്സവ പൂരങ്ങളിലെല്ലാം നിറസാന്നിധ്യമായ അനന്തപത്മനാഭൻ ഇക്കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിലെ പരിപാടികളിൽ നിന്നും മാറി നിന്നത് ആനപ്രേമികളെയെല്ലാം നിരാശരാക്കിയിരുന്നു. തലക്കുന്നി ഉയർത്തിപ്പിടിച്ച് പൂരപ്പറമ്പിലൂടെ ആരാധകർക്കിടയിലൂടെ നടന്നു വരുന്ന അനന്തപത്മനാഭനെ കാണാതെ പലരും ചോദിച്ച ചോദ്യം ഇതുതന്നെയായിരുന്നു: അനന്തന് എന്തു പറ്റിയെന്ന്. എന്നാൽ അതിനെല്ലാം ഉത്തരം ഇവിടെയുണ്ട്. അനന്തപത്മനാഭൻ നീരിലാണ്. മദപ്പാട് കാലം കഴിഞ്ഞ മാസം മുതലാണ് ആനയെ ചെർപ്പുളശ്ശേരി കാറൽമണ്ണയിലെ ആനത്തറയിൽ നീരിൽ കെട്ടിയത്. ഗുരുതരമായി പരിക്കുകളുള്ള അനന്തപത്മനാഭനെ ഉത്സവപ്പറമ്പുകളിൽ എഴുന്നള്ളിക്കുന്നതിനെതിരെ ചിലർ നൽകിയ പരാതിയെ തുടർന്ന് ആനയെ ഹൈക്കോടതി ഉത്സവങ്ങളിൽ എഴുന്നള്ളിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഈ കാരണത്താൽ അനന്തപത്മനാഭൻ പ്രധാന ഉത്സവങ്ങളിൽ നിന്നല്ല കഴിഞ്ഞ സീസണിൽ വിട്ടുനിന്നു. ഇടയ്ക്കിടെ പെയ്തിറങ്ങുന്ന പെരുമഴയിൽ ആസ്വദിച്ചങ്ങനെ നിൽപ്പാണ് അനന്തൻ. ചുറ്റും മനോഹരമായി പൂത്തു നിൽക്കുന്ന ചെണ്ടുമല്ലികളും ചെമ്പരുത്തികളും, മഴയിൽ നനഞ്ഞ പൂവിലേക്കെത്തുന്ന പൂമ്പാറ്റകളും. അനന്തൻ്റെ നീരുകാലത്തിനൊപ്പം പ്രകൃതിയും അങ്ങനെ ഇഴകിച്ചേരുകയാണ്. നഷ്ടപ്പെട്ടുപോയ ഉത്സവ സീസണെ കുറിച്ച് ഇനി ആലോചനയേ ഇല്ല. ഇപ്പോൾ നീരുകാലമാണ്. ഇനി വരാനിരിക്കുന്നതാകട്ടെ കർക്കിടക മാസത്തിലെ നല്ല സുഖചികിത്സക്കാലവും. ഇതെല്ലാം കഴിഞ്ഞ് ചിങ്ങമാസത്തോടുകൂടി ബുക്കിംഗ് അങ്ങ് തുടങ്ങും. പിന്നെ ഒരു വരവാണ്. ആർപ്പുവിളികളും ആരവവും മുഴക്കുന്ന ആരാധകർക്കിടയിലേക്ക് അവനങ്ങിറങ്ങും പ്രിയപ്പെട്ടവരുടെ ഗജരാജ കൊടുമുടിയായി. അപ്പോൾ അനന്തപത്മനാഭൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും വിശേഷങ്ങളുമെല്ലാം ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. പുതിയ ആനവിശേഷങ്ങളും വേറിട്ട ഉത്സവ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ നമ്മൾക്ക് വീണ്ടും കാണാം.
പുതിയ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.